നമസ്കാരം. നമ്മുടെ കേരളത്തിൻ്റെ ധാതു സമ്പത്ത് ഇതെല്ലാം ആരുടെയെങ്കിലും കുടുംബ സ്വത്താണോ? ആർക്കും തോന്നുന്നത് പോലെ ഇത് വിറ്റഴിച്ച് പോക്കറ്റിൽ കാശാക്കാവുന്നതാണോ നമ്മുടെ കേരളത്തിൻ്റെ ധാതു സമ്പത്ത് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു വരുന്ന കരിമണലുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. കരിമണൽ ഖനനവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതിയും മാസപ്പടിയും കുറിച്ച് തന്നെയാണ്. ഓരോരുത്തരും വിചാരിക്കുന്നത് ഞങ്ങൾ ഭരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും ധരിക്കുന്നത് ഞാൻ ഭരിക്കുമ്പോൾ എൻ്റെ നാട്ടിലെ കേരളം എന്ന് പറയുന്നത് എൻ്റെ രാജ്യമാണ്, പണ്ട് രാജാക്കന്മാർ വിചാരിച്ചിരുന്നല്ലോ ഇത് എൻ്റെ രാജ്യമാണ്, എനിക്കെന്തും ചെയ്യാം എന്ന് പറയുന്നത് പോലെ ഈ ചക്രവർത്തിയും പിണറായി ചക്രവർത്തിയും ഇത് എൻ്റെ രാജ്യമാണ്, ഇവിടെയുള്ള ധാതു സമ്പത്തെല്ലാം എൻ്റെതാണ്, അതുകൊണ്ട് എനിക്ക് എന്ത് വേണോ ചെയ്യാം എന്നതാണ് അദ്ദേഹം ധരിച്ചു വച്ചിരിക്കുന്നത് തോന്നുന്നു. അതുകൊണ്ടാണ് ആലപ്പുഴ സ്പിൽവേയിലെ കരിമണൽ ഖനനം അദ്ദേഹം ഇത്ര ലാഘവത്തോടെ എടുത്ത് സ്വന്തം മകൾക്ക് മാസപ്പടി കിട്ടാൻ വേണ്ടിയുള്ള ഒരു മാർഗമായി കണ്ടത്. എങ്ങനെയാണെന്നറിയാമോ? അതായത് ഈ ഏത് കെടുതി വന്നാലും, മഴക്കെടുതി വന്നാലും, വെള്ളപ്പൊക്കം വന്നാലും അതിനെ ഗുണകരമാക്കി മാറ്റുന്ന, അതിനെ സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഗുണകരമാക്കുന്ന ഒരു തന്ത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം, പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഗവൺമെൻറ് വന്നതിന് ശേഷം. ഏത് ഈ കെടുതിയെയും ദുരന്തത്തെയും അതിനെ സ്വന്തം ആവശ്യത്തിലേക്ക് അതിനെ വളച്ചൊടിച്ച് നമുക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പേരിലാണ് ഇപ്പോൾ റൂം ഫോർ റിവർ എന്ന് പറയുന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട് വിദേശത്ത് പോയത് നമ്മളറിയാം. ഈ വെള്ളം കയറുന്നു, നമ്മുടെ നാട്ടിലെ നദികളെല്ലാം ഇങ്ങനെ വെള്ളപ്പൊക്കം വരുമ്പോൾ കര കവിയുന്നു, നമ്മുടെ കൃഷിയിടങ്ങളും പുരയിടങ്ങളും വീടുകളിലേക്ക് വെള്ളം കയറുന്നു, അതുകൊണ്ട് അത് പരിഹരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ ഒരു വലിയൊരു വിനോദയാത്ര നടത്തി, കുടുംബസമേതം കൊച്ചുമകനെയൊക്കെ ആരിക്കെട്ടി വലിയൊരു യാത്ര നടത്തി, ഫിൻലാൻഡിനും അവിടെയൊക്കെ പോയി കറങ്ങി തിരിഞ്ഞു. എന്നിട്ട് ഇവിടെ എന്തൊക്കെയോ വലിയ പദ്ധതി കൊണ്ടുവരാൻ പോകുന്നു പറഞ്ഞു. അതിനുവേണ്ടി കുറേ കോടികൾ അങ്ങോട്ടും ഇങ്ങോട്ടോ കൊടുത്തു, അതിനൊന്നും കുറേ കമ്മീഷൻ വാങ്ങിച്ചു. അപ്പോൾ അങ്ങനെ ദുരന്തം ഒരു വലിയൊരു നേട്ടമാക്കി മാറ്റി. മാത്രമല്ല 2018 വെള്ളപ്പൊക്കം ഗവൺമെൻറ്റിന് തിരിച്ചു വരുവാൻ പറ്റുന്ന ഒരു സംഗതിയാക്കി മാറ്റിയെടുത്തു. കോവിഡ് വന്നപ്പോൾ കോവിഡിൻ്റെ ഏറ്റവും നായകൻ ഞാനുണ്ടായിരുന്നു കൊണ്ടാണ് കോവിഡ് കേരളത്തിൽ നിന്നും പേടിച്ചു പോയത്. അല്ലെങ്കിൽ കേരളത്തിൽ ഉള്ള കാലം കോവിഡ് ഉണ്ടായിരുമായിരുന്നു എന്നുള്ള പ്രതീതി ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ ക്യാപ്റ്റൻഷിപ്പ് കൃത്രിമമായി PR വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൽ നിന്നും ഭരണം തിരിച്ചു പിടിച്ച രണ്ടാമത് ഭരണം കൊണ്ടുവന്ന ആളാണ് മുഖ്യമന്ത്രി പിണറായി. നമുക്കറിയാവുന്നതാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ എങ്ങനെ ഏത് ദുരന്തത്തെയും നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് വളച്ചൊടിക്കുന്നത്. അതുപോലെയാണ് ഈ 2018 ഈ വെള്ളപ്പൊക്കം വന്നപ്പോൾ കൃഷിയിടങ്ങളെല്ലാം വെള്ളം കയറുന്നു, ആലപ്പുഴയിലെ കർഷകർക്ക് ദുരിതമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ഈ പറയുന്ന സ്പിൽവേയിൽ മണ്ണ് വന്ന് കയറുന്നത് കൊണ്ടാണ്, അങ്ങനെ മണൽ വന്ന് അടിയുന്നതാണ് ഏറ്റവും കാരണം. അത് കാരണം തന്നെയാണ്. ഒരു വശത്ത് നമ്മൾ നോക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് പറയാൻ നോക്കില്ല. പക്ഷേ അതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അത് മണൽ പെട്ടെന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു കമ്മിറ്റി വിളിച്ചു കൂട്ടുകയും 2018 ഈ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ഒരു യോഗം വിളിച്ചു കൂട്ടിയിട്ട് മണൽ ഉടനെ മാറ്റണം എന്ന് പറയും. മണൽ ഉടനെ മാറ്റണമെന്ന് അദ്ദേഹം തീരുമാനിക്കുമ്പോൾ ഉള്ളിൽ ഈ മണൽ ഓരോ ലോഡ് ഇവിടുന്ന് പോകുമ്പോഴും എത്ര രൂപ ലാഭം ഉണ്ടാക്കാം, അതിൽ നിന്ന് എത്ര കമ്മീഷൻ അടിക്കാം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അദ്ദേഹം കണക്കൂട്ടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടിയൊക്കെ ചെയ്തത്. എന്തായാലും 3 മാസത്തേക്കാണ് മണൽ മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് കമ്മിറ്റി കൂടി തീരുമാനിച്ചത്. കാരണം പെട്ടെന്ന് മണ്ണ് മാറ്റണം, അതിന് 3 മാസം കൊണ്ട് 90 ദിവസം മണൽ മാറ്റണം എന്ന് പറഞ്ഞാണ്. പക്ഷേ ഇപ്പോഴും 2018 3 മാസത്തേക്ക് മണൽ മാറ്റണം, വെള്ളപ്പൊക്കം വരാതിരിക്കണം, സ്പിൽവേയിൽ മണ്ണ് കയറി കഴിഞ്ഞാൽ വെള്ളപ്പൊക്കം ഉണ്ടാകും, അല്ലെങ്കിൽ കൃഷിയിടങ്ങളിൽ വെള്ളം കയറും, അതുകൊണ്ട് മാറ്റണമെന്ന് പറഞ്ഞ് മാറ്റാൻ തീരുമാനിച്ചത് അതൊരു പഴുതാക്കി മാറ്റുകയും ആ തീരുമാനത്തെ പഴുതാക്കി മാറ്റുകയും ഇപ്പോഴും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞ് 2018 കഴിഞ്ഞ് ഇത്ര വർഷം കഴിഞ്ഞിട്ടും ഇപ്പോഴും ആ തീരുമാനം, അന്നത്തെ തീരുമാനം, മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടെ തീരുമാനമനുസരിച്ചാണ് ഇപ്പോഴും മണൽ വാരിക്കൊണ്ടിരിക്കുന്നത്. ഈ കരിമണൽ കർത്തയ്ക്ക് വേണ്ടിയിട്ട് ആണ് പോകുന്നത്. അതിന് പാരിസ്ഥിതിക അനുവാദമോ ഖനനാനുവാദമോ വാങ്ങാതെയാണ് ഇത്തരം തീരുമാനമെടുത്തത്. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ കൂടിയതായതുകൊണ്ട് അങ്ങനെ ഒരു അനുവാദമൊന്നും വേണ്ടാതായി. കാരണം അടിയന്തരമായ സാഹചര്യമായതുകൊണ്ടും അങ്ങനെ വേണ്ടാതായി. പക്ഷേ പിന്നീട് അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആ അനുവാദത്തെ ഈ ഖനനാനുമതിയും പാരിസ്ഥിതിക അനുമതി ഇല്ലാത്തത് കൊണ്ട് ഖനനം നിർത്തിവെക്കണമെന്ന് പറഞ്ഞൊരു ഷോർട്ട് മെമ്മോ
കൊടുത്തു. സ്റ്റോപ്പ് മെമ്മോ കൊടുത്തപ്പോൾ തമ്പുരാൻ അതറിയുകയും ദേഷ്യപ്പെടുകയും കളക്ടറെ പ്രത്യേകിച്ച് നിർദ്ദേശിക്കുകയും കളക്ടർ ദൂതൻ വഴി പഞ്ചായത്ത് സെക്രട്ടറിക്ക് പിന്നെ നിർദ്ദേശം കൊടുത്തു. നിങ്ങൾക്കെതിരെ ദുരന്ത നിവാരണ വകുപ്പ് അനുസരിച്ചിട്ട് കേസെടുക്കും, നടപടിയെടുക്കും, അതുകൊണ്ട് സ്റ്റോപ്പ് മെമ്മോ ഉടനെ പിൻവലിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ സ്റ്റോപ്പ് മെമ്മോ ഉടനെ പിൻവലിച്ചു കൊടുത്തു. അങ്ങനെ മണൽ വാരൽ തുടർന്നു, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ മണൽ വാരലാണ് ഈ മാസപ്പടിയിലേക്ക് എത്തിയത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് മാസം ഇത്ര രൂപ കൊടുക്കണം, എന്നാൽ നിങ്ങൾക്ക് മണൽ വാരാനുള്ള സൗകര്യം എല്ലാ കാലവും നീട്ടിക്കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്താണ് ഇപ്പോഴും മണൽ വാരിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഈ മാസപ്പടിക്കകത്തുള്ള കള്ളത്തരം എന്നത്. അതിപ്പോൾ മാത്യു കുഴൽനാടൻ പുറത്ത് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ആ മാത്യു കുഴൽനാടൻ MLA വിളിച്ചു പറഞ്ഞപ്പോൾ അയാൾ പറയുന്നത് ജൽപ്പനമാണ് എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ്, കേന്ദ്ര അന്വേഷണ സംഘം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നും അന്വേഷണം വേണ്ടി വന്നാൽ ഈ മാസപ്പടിയും ഈ അനധികൃതമായിട്ടുള്ള മണൽ വാരലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ പ്രവർത്തനങ്ങളും കൈമാറലും പ്രോസസ്സും ഈ പണം മാറലും ഈ കമ്മീഷൻ അടിക്കലും ഈ മാസപ്പടി വാങ്ങലും ഇതെല്ലാം ഒരുപക്ഷെ കേന്ദ്രം അന്വേഷിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അതും കൂടി ഇപ്പോൾ വരും. അപ്പോൾ മുഖ്യമന്ത്രി എന്തു പറയും എന്നതാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇതെല്ലാം വലിയ നിസ്സാരമാണ്. കാരണം ഈ ലാവ്ലിൻ കേസ് ഇത്രയും കാലം നീട്ടിക്കൊണ്ടുപോയ ആളിന് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല.